ആഗോള രംഗത്ത് ആതിഥ്യ മേഖലയിലെ തൊഴിൽ സാധ്യതകൾ അനുദിനം വിപുലമാകുകയാണ്. സഞ്ചാരമെന്നത് മനുഷ്യന്റെ അനിവാര്യതയും ആതിഥ്യമെന്നത് മത്സര വിപണിയുമായി മാറുമ്പോൾ ഹോട്ടലുകളും അതിഥി മന്ദിരങ്ങളും റെസ്റ്റോറൻറ്റുകളുമെല്ലാം ഒന്നിനൊന്ന് മികച്ച സേവന സൗകര്യങ്ങൾ നിരത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഈ രംഗത്തെ തൊഴിൽ സാധ്യതയും മാനവ വിഭവശേഷിയും കൂടുന്നു. ആധുനികതയിൽ ഹോട്ടൽ മാനേജ്മെന്റ് എന്നത് അഭിമാനവും സംതൃപ്തിയുമുള്ള ജോലിയായി മാറുകയും ചെയ്യുന്നു. ഈ രംഗത്തെ പഠനവും സാധ്യതകളും വിലയിരുത്തി ഹോട്ടൽ മാനേജ്മെന്റിന്റെ മികവുറ്റ പഠന കേന്ദ്രങ്ങളിലേക്ക് സഞ്ചരിച്ച് വിളമ്പുകയാണ് ഈ തൊഴിൽ മേഖലയുടെ പഠനത്തിന്റെ പ്രസക്തി. കാണാം ആതിഥ്യ മര്യാദയുടെ അന്തസ്സുറ്റ പഠനം. ലോകത്ത് സഞ്ചാരികളുടെ എണ്ണം അനുദിനം ഏറുകയാണ്. ഒതുങ്ങിക്കൂടുന്നതിന്റെ അസ്കിതകൾ മനസ്സിലാക്കിയ ജനം കോവിഡാനന്തര കാലത്ത് കൂടുതൽ സഞ്ചാരപ്രിയരായി മാറുന്നുവെന്നത് ഒരു വാസ്തവമായി നിലനിൽക്കുമ്പോൾ ഈ രംഗത്തെ കച്ചവട വിപണന സേവന സാധ്യതകളും ഏറുന്നു എന്നത് അവിതർക്കിതമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതൽ തൊഴിൽ സാധ്യതകളും തൊഴിലവസരങ്ങളും കടന്നു വരികയുമാണ്. ഹോട്ടൽ മാനേജ്മെന്റ് എന്നത് ശാസ്ത്രീയമായി പഠിക്കേണ്ടതും അതിനുവേണ്ടി കുട്ടികളെ പരിപോഷിപ്പിച്ചെടുക്കേണ്ടതുമായ കലയും ശാസ്ത്രയും സമന്വയിക്കുന്ന മേഖലയായി ഹോട്ടൽ മാനേജ്മെന്റ് മാറി ശാസ്ത്രീയത കൈവന്നതും അതുകൊണ്ട് തന്നെയാണ്. ഈ രംഗത്ത് തൊഴിലവസരങ്ങൾ ഏറി വരികയാണെന്ന് ഹോട്ടൽ മാനേജ്മെന്റ് പഠന രംഗത്തെ പ്രമുഖർ പറയുന്നതും അതുകൊണ്ട് തന്നെ. ഇപ്പോൾ തന്നെ നല്ല ഷോർട്ടേജാണ് സ്റ്റുഡൻസിന്. ഒരു ട്രെയിൻഡ് സ്റ്റാഫിനെ കിട്ടാൻ പറഞ്ഞാൽ വളരെ പാടാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റുഡൻസിനെ നമുക്ക് ഇപ്പോൾ കിട്ടുന്നില്ല എല്ലായിടത്തും, കേരളത്തിൽ പ്രത്യേകിച്ച്. അങ്ങനെ ട്രെയിൻ ചെയ്ത് വന്നപ്പോഴേക്കും എല്ലാവർക്കും പുറത്തു പോകാനുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ പുറത്തും ഷോർട്ടേജ് ഉണ്ടെന്ന് ഇപ്പോഴാണ് നമ്മളെ അറിയുന്നത്. അപ്പോൾ കേരളത്തിലും ഷോർട്ടേജ്, ഔട്ട്സൈഡ് കേരള, ഔട്ട്സൈഡ് ഇന്ത്യയും ഹോസ്പിറ്റാലിറ്റി. അപ്പോൾ നമ്മൾ ഈ ഇതിൻ്റെ സർവേ എടുത്ത് നോക്കുമ്പോൾ തന്നെ കാണാം ഈ ടൂറിസം മേഖല എന്ന് പറഞ്ഞാൽ അത്ര ഗ്രോത്ത് വരുന്നൊരു മേഖലയാണ്. ഇപ്പോൾ കഴിഞ്ഞൊരു 10 കൊല്ലം വെച്ച് തന്നെ നോക്കിയാൽ എമൗണ്ട് ഓഫ് ഹോട്ടൽസ് കേരളത്തിൽ തന്നെ കൂടി വരുന്നത് വെരി ഹൈ. ഇപ്പോൾ വയനാട് തന്നെ എടുത്ത് നോക്കിയാൽ തന്നെ ഏറ്റവും കൂടുതൽ ഈ ഹോം സ്റ്റേയും ഹോട്ടലുകളും ഉള്ളത് വയനാടാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ക്വാളിറ്റി സ്റ്റാഫിനെ കിട്ടണമെങ്കിൽ അത്ര ട്രെയിൻഡ് ആയിട്ട് വരണം. ഹോട്ടൽ മാനേജ്മെന്റിന്റെ പഠനം എന്തൊക്കെയാണെന്നും എങ്ങനെ സേവന മഹിമയും സ്നേഹവും സഹാനുഭൂതിയുമുള്ള ആതിഥേയനായി തീരാമെന്നും നമുക്ക് നോക്കാം. അതിനായി വയനാട് ഓറിയന്റ് കോളേജ് ഓഫ് മാനേജ്മെന്റിലേക്ക് പോവുകയാണ്. കോടമഞ്ഞിന്റെ നനുത്ത മേലാപ്പിൽ പച്ചപ്പിന്റെ താഴ്വാരത്ത് തലയെടുപ്പോടെ നിൽക്കുന്ന മന്ദിര സമുച്ചയം. രാവിലെ തന്നെ ക്യാമ്പസ് സജീവമാണ്. കുട്ടികൾ അച്ചടക്കത്തോടെ ക്യാമ്പസിന്റെ മനോഹാരിതയിൽ നിന്നും ക്ലാസിന്റെ ഉള്ളിടങ്ങളിലേക്ക് ചേക്കേറുന്ന സമയം. കേരളത്തിൽ 3 ദശകം മുമ്പ് ഹോട്ടൽ മാനേജ്മെന്റ് പഠനമെന്നത് അപ്രാപ്യമായ മേഖലയായിരുന്നു. അതുകൊണ്ട് തന്നെ 1995 NK മുഹമ്മദ് എന്ന ദിഷണാശാലിയുടെ ആശയത്തിൽ ഊന്നിയാണ് ഈ ക്യാമ്പസ് രൂപപ്പെടുന്നത്. ഡോക്ടർ KC റോബിൻ എന്ന വിചക്ഷണന്റെ മേൽനോട്ടവും നദീം അഷ്റഫ് എന്ന യുവ സംരംഭകന്റെ ഊർജ്ജസ്വലതയും സമന്വയിപ്പിച്ചപ്പോൾ മുഹമ്മദിന്റെ ദീർഘവീക്ഷണത്തിന് ഇരട്ടി വേഗം കൈവരികയായിരുന്നു. 1995 വലിപ്പ തുടങ്ങിയതാണ് ഓറിയന്റൽ സ്കൂൾ. അന്നത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കേരള എന്ന് പറഞ്ഞത് അന്ന് ഈ ഹോസ്പിറ്റാലിറ്റി, ടൂറിസം ഇതിനൊക്കെ ഭയങ്കര ഒരു പേരായിരുന്നു. പക്ഷേ അതിനായിട്ടുള്ള വെൽ ട്രെയിൻഡ് സ്റ്റാഫ് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഈ ഹോട്ടൽസിലും അതെല്ലാം പുറത്തുനിന്ന് വരുന്ന കുട്ടികളാണ്, നോർത്ത് ഇന്ത്യനും. അപ്പോൾ അന്ന് ഒരു വിഷൻ ഉണ്ടായതാണ് കേരളത്തിനൊരു ക്വാളിറ്റി
ട്രെയിൻഡ് പ്രൊഫഷണൽസ്, ഹോസ്പിറ്റാലിറ്റി പ്രൊഫഷണൽസ്. അങ്ങനെ സ്റ്റുഡൻസിനെടുത്ത് ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്ന് ഒരു ക്വാളിറ്റി ഹോസ്പിറ്റാലിറ്റി പ്രൊഫഷണൽ, അത് മാനേജ്മെൻ്റ് ആവാം, റെഗുലർ സ്റ്റാഫ് ആവാം, അന്നത്തെ ഉള്ള വിഷനാണ് ഇന്നും നമുക്കുള്ളത്. എപ്പോഴും ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം, ക്വാളിറ്റി സ്റ്റാഫിനെ കൊണ്ടുവരാം. പിന്നെ അതുകൂടാതെ ഇപ്പോൾ പിള്ളേരെല്ലാവരും അധികം പുറത്തു പോകാൻ ആഗ്രഹമുള്ളവരാണ്. നമുക്ക് ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ അത്ര ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സ്റ്റാഫിനെ കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ തന്നെ എങ്ങനെ അവരെ നിർത്തിക്കാം, ഇവരെ എങ്ങനെ നിർത്തിക്കാം, എങ്ങനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാം എന്നുള്ളതാണ് നമ്മുടെ ഒരു. വയനാട് എന്ന് പറയുമ്പോൾ വയനാട് ഡിസ്ട്രിക്റ്റാണ്, ഒരു പ്രത്യേകമായിട്ടൊരു സ്ഥലത്തിൻ്റെ പേരല്ല. വയനാട് ഈസ് എ ഡിസ്ട്രിക്റ്റ്. അപ്പോൾ കഴിഞ്ഞ ഒരു 10 കൊല്ലത്തെ കണക്കുകൾ എടുക്കുകയാണെങ്കിൽ വയനാട് വളരെയധികം ടൂറിസത്തോട് വളരെ യോജിച്ച് നിൽക്കുന്ന ഒരു ജില്ലയാണ്. കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 1000-നടുത്ത് റിസോർട്ട്സുകൾ വയനാട് ഡിസ്ട്രിക്റ്റിലുണ്ട്. അപ്പോൾ തന്നെ കുട്ടികൾക്ക് പഠിക്കുമ്പോൾ തന്നെ അവർക്ക് ഹോസ്പിറ്റാലിറ്റിയോട് ചേർന്നുള്ള അല്ലെങ്കിൽ റിസോർട്ട്സിലെ ജോലികൾ പാർട്ട് ടൈമായിട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതല്ലാതെ തന്നെ ഓറിയൻ്റൽ ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഞങ്ങളുടെ തന്നെയാണ് ഏറ്റവും ബിഗ്ഗസ്റ്റ് റിസോർട്ട്, വൈത്തിരി വില്ലേജ് റിസോർട്ട്. അവിടെയും കുട്ടികൾക്ക് പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യുകയും അവർക്ക് അവരുടെ കഴിവുകൾ വർദ്ധിപ്പിച്ചു കൊണ്ടുവന്ന് അവർക്ക് ഫൈനൽ ഇയറിലെ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റിലേക്ക് പ്രിപ്പയർ ആവാനുള്ള ഒരു ചാൻസ് പ്രത്യേകിച്ച് വയനാട് ആയതുകൊണ്ട് അവർക്ക് ലഭിക്കുന്നു. കുട്ടികളുടെ സെലക്ഷൻ മോസ്റ്റ്ലി ഓൺ മെറിറ്റ് ബേസിസ് ആണ് നടക്കുന്നത്. അത് യൂണിവേഴ്സിറ്റിയുടെ കോഴ്സസ് ആയാലും അതുപോലെ തന്നെ നാഷണൽ കൗൺസിൽ ഫോർ ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കേറ്ററിംഗ് ടെക്നോളജി അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ടൂറിസത്തിൻ്റെ കീഴിലുള്ള ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സായാലും മെറിറ്റ് ബേസിസ് ആണ്. നാഷണൽ കൗൺസിലിൻ്റെ കോഴ്സുകളിലേക്ക് എൻട്രൻസ് എക്സാം വഴിയാണ് കുട്ടികളെ തിരഞ്ഞെടുക്കുന്നത്. യൂണിവേഴ്സിറ്റിയുടേത് യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റിൻ്റെ കീഴിലുള്ള മെറിറ്റ് ബേസ് ആയിട്ടുള്ള ഒരു സെലക്ഷൻ പ്രോസസ്സിൽ കൂടെയാണ് കുട്ടികൾക്ക് സെലക്ഷൻ കിട്ടുന്നത്. മെറിറ്റും മാനേജ്മെൻറ്റും സീറ്റുകൾ അവൈലബിൾ ആണ്. ബട്ട് മോസ്റ്റ്ലി മെറിറ്റ് ബേസിലും കുട്ടികളുടെ മാർക്കിൻ്റെ ബേസിലും അവരുടെ പെർഫോമൻസിൻ്റെ ബേസിലാണ് കുട്ടികളെ തിരഞ്ഞെടുക്കുന്നത്. നിലവിൽ ഇവിടെ കാലിക്കറ്റ് സർവകലാശാലയുടെയും ജവഹർലാൽ നെഹ്റു സർവകലാശാലയുടെയും സിലബസിന്റെ അടിസ്ഥാനത്തിലുള്ള കോഴ്സുകളും സർട്ടിഫിക്കറ്റുകളുമാണ് നൽകുന്നത്. നാഷണൽ കൗൺസിൽ ഫോർ ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജിയുടെ നിർദ്ദേശാനുസരണം നടപ്പിലാക്കിയിട്ടുള്ള അന്തർദേശീയ നിലവാരമുള്ള അടിസ്ഥാന പഠന സൗകര്യങ്ങളാണ് വേണ്ടതും നിലനിർത്തേണ്ടതും. ഈ കരിക്കുലം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഫസ്റ്റ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത് ഈ ഒന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ളത്, പിന്നെ ഉള്ളത് നമുക്ക് JNU NHMCT എന്ന് പറയുന്ന ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റീൻ്റെ ഒരു കോഴ്സാണ് മെയിനായിട്ട് നമുക്ക് വരുന്നത്. അപ്പോൾ ജസ്റ്റ് ആ സിലബസ് അവർ തന്ന സിലബസ് അനുസരിച്ച് പഠിച്ചാൽ ഒരു റെഗുലർ ഹോസ്പിറ്റാലിറ്റി പ്രൊഫഷൻ നമ്മളെങ്ങനെ അതിന് വാല്യൂ ആഡ് ചെയ്യുന്നു. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം നമുക്ക് ഈ ഫുഡ് ഫെസ്റ്റിവൽ, പിന്നെ അതുകൂടാതെ ഈ പുറത്തുനിന്നുള്ള ഷെഫ്, ഈ ഫ്രാൻസിനൊക്കെ വരുന്ന ഷെഫ്, അവരെ കൊണ്ടുവന്ന് ക്ലാസ് എടുപ്പിക്കൽ, ഇതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ സ്റ്റുഡൻസിന് എങ്ങനെയാണ് ഈ വേൾഡ് ഓഫ് ഹോസ്പിറ്റാലിറ്റി നടക്കുന്നത്, എങ്ങനെയാണ് പുറത്ത് ഔട്ട്സൈഡ് ഇന്ത്യ, ഹൗ ഡസ് ഇറ്റ് വർക്ക്, അതാണ് നമ്മളൊരു ലക്ഷ്യം. പ്രത്യേകിച്ച് ഹോട്ടൽ മാനേജ്മെൻറ്റിലാകുമ്പോൾ മെയിൻലി 4 കോർ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണുള്ളത്. ലൈക്ക് ഫുഡ് പ്രൊഡക്ഷൻ, ഫുഡ് ആൻഡ് ബെവറേജ് സർവീസ്, ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻസ്, അക്കോമഡേഷൻ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ് എന്ന് പറയും. ഈ 4 ഏരിയയിലേക്കാണ് കുട്ടികൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുകയും അവർക്ക് അതിൽ ഉള്ള ജോലി സാധ്യതകൾ അവർ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഇതിന് പുറമെ മറ്റേ മാനേജീരിയൽ ലെവലിലേക്ക് വരുമ്പോഴുള്ള മാനേജ്മെൻറ്റ് സബ്ജക്ട്സ്, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്, HRM, ലോ, അക്കൗണ്ട്സ്, അതായത് ഒരു ഹോട്ടൽ മാനേജ് ചെയ്യാനുള്ള എല്ലാവിധ സബ്ജക്ട്സും ഇവരുടെ സിലബസ് കവർ ചെയ്ത് പോകുന്നുണ്ട്. അതിന് പുറമെ റിസർച്ചും ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് എന്നുള്ള 2 സബ്ജക്ട്സോടെ വരുന്നുണ്ട്. അപ്പം മെയിനായിട്ട് ഒരു മാനേജറെ വാർത്തെടുക്കാൻ പറ്റിയ എല്ലാ സബ്ജക്ട്സും ഇവർ 4 വർഷത്തെ കോഴ്സ് അല്ലെങ്കിൽ 3 വർഷത്തെ കോഴ്സിനുള്ളിൽ പഠിച്ചെടുക്കുന്നുണ്ട്. ഹോട്ടൽ മാനേജ്മെന്റിലും കാറ്ററിംഗ് ടെക്നോളജിയിലും തിയറിയിലും പ്രാക്ടിക്കലും അടിസ്ഥാനമാക്കിയുള്ള ക്ലാസുകളും പ്രായോഗിക പരിശീലനവും ഇന്റേൺഷിപ്പും അടങ്ങുന്ന പാക്കേജുകളുമാണ് ഓരോ വിദ്യാർത്ഥിയെയും സമ്പൂർണ്ണനാക്കുന്നത്. മെയിൻ കോഴ്സിൽ ഫ്രണ്ട് ഓഫീസ്, ഹൗസ് കീപ്പിംഗ്, സർവീസ് തുടങ്ങി നിരവധി വിഭാഗങ്ങളാണ് ഉള്ളത്.
മെയിൻ കോഴ്സ് എടുക്കാം, BHMCT. അതിൽ വരുന്നത് ഇവർക്ക് ട്രെയിനിങ് വരുന്ന ഈ ഫ്രണ്ട് ഓഫീസ് ഒന്ന്, പിന്നെ ഹൗസ് കീപ്പിംഗ്, പിന്നെ ഈ ഫുഡ് പ്രൊഡക്ഷൻ, പിന്നെ ഈ ഫുഡ് സർവീസ്, പിന്നെ അതുകൂടാതെ നമുക്കിപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രാക്ടിക്കലും ഉണ്ട്, തിയറി ആൻഡ് പ്രാക്ടിക്കൽ. അപ്പോൾ തിയറി പഠിച്ചു കഴിഞ്ഞിട്ട് ഇൻ പ്രാക്ടീസ് എങ്ങനെ അതിനായിട്ടുള്ള വെൽ ട്രെയിൻഡ് ടീച്ചേഴ്സും ഉണ്ട് നമുക്ക്. തിയറിയിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു ഹോട്ടലിൽ എൻ്റർ ചെയ്യുമ്പോൾ ഫ്രണ്ട് ഓഫീസിൽ ബേസിക് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ആദ്യം തിയറി പഠിക്കുന്നല്ലോ. അത് ഇപ്പോൾ ഈ ഡിഫറെൻറ്റ് സോഫ്റ്റ്വെയർ ഉണ്ട്, ഒറാക്കിൾ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനുള്ള കമ്പ്യൂട്ടർ ലാബ്സും ഉണ്ട് നമുക്ക്. അപ്പോൾ ഇതിന് ഇരുത്തി തിയറി ആക്കിയിട്ട് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, ഈ ഒരു നല്ലൊരു ചെക്കിൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ അല്ലെങ്കിൽ ഫുഡ് സർവീസ് വരുമ്പോൾ തന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഈ പ്രൊഡക്ഷൻ വരുമ്പോൾ ഓരോ ക്വിസീൻ്റെ ബേസിക്കായിട്ട് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് എന്നുള്ളത് ആദ്യം തിയറി ആക്കിയിട്ടാണ് പഠിപ്പിക്കുക, പിന്നെയാണ് സർവീസിലേക്ക് പോകുന്നത്. തിയറി ക്ലാസ്സുകളിൽ വിഷയാടിസ്ഥാനത്തിലുള്ള നോട്ടുകളും സിലബസിൽ ഒതുങ്ങിയ ലെക്ചറുകളും കുട്ടികളിലേക്ക് പകർന്ന് അവരെ മാനസികമായി ഈ മേഖലയെക്കുറിച്ച് അവബോധം നൽകുകയാണ്. പിന്നീടാണ് പ്രാക്ടിക്കൽ. ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള ഹോട്ടലിൽ എങ്ങനെ കിച്ചൺ മാനേജ് ചെയ്യണമെന്നും കൾനറി ആർട്ടിൻ്റെ വിവിധ വശങ്ങൾ എന്താണെന്നുമൊക്കെ ഇതിലൂടെ കുട്ടികൾ പഠിക്കുകയാണ്. അവർക്ക് കുക്കിങ്ങിലും പാചക മികവിലും പ്രാവീണ്യം കൈവരുന്ന തരത്തിലാണ് പരിശീലന ക്ലാസുകൾ. ഇവിടെ BHMCTക്കും NHMCTക്കും ഇവിടെ പ്രത്യേകം ക്യാമ്പസും അധ്യാപകരും പ്രിൻസിപ്പലുമാണ് ഉള്ളത്. ഈ നാഷണൽ കൗൺസിൽ ഫോർ ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഹോസ്പിറ്റാലിറ്റി എഡ്യൂക്കേഷൻ, കൺട്രിയിലെ ഹോസ്പിറ്റാലിറ്റി എഡ്യൂക്കേഷൻ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ഫ്രെയിം വർക്കാണ്. അപ്പോൾ ഇവരുടെ തന്നെ MSc, BSc, ഡിപ്ലോമ പ്രോഗ്രാംസ് എല്ലാം ഉണ്ട്. അതിൽ നമ്മളിവിടെ BSc ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ UG പ്രോഗ്രാം മാത്രമാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി 4 കോർ ഏരിയാസാണ് ഒരു ഹോട്ടലിൽ. ഫുഡ് പ്രൊഡക്ഷൻ, ഫുഡ് ആൻഡ് ബെവറേജ് സർവീസ്, ഫ്രണ്ട് ഓഫീസ്, ഹൗസ് കീപ്പിംഗ്. ഈ 4ഉം കംപ്ലീറ്റായി കവർ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ സിലബസിൻ്റെ പ്രത്യേകത. അപ്പോൾ 100% ഓഫ് ഓൾ ദ കോർ ഏരിയാസ് വിത്ത് പ്രാക്ടിക്കൽ ആൻഡ് തിയറി മൊത്തമായി ഇത് കവർ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇത് പഠിച്ചു കഴിയുന്ന കുട്ടികൾക്ക് ഈ 4 ഏതിലേക്ക് വേണോ പോവാം. അവർ ഫുള്ളി സിലബസ് കവേർഡാണ്, സ്കില്ലും നോളജും രണ്ടും കവേർഡാണ്. സോ ദേ ക്യാൻ ഫിറ്റ് ഇൻ ടു ഇറ്റ് വെരി ഈസിലി. ചില നമ്മുടെ ഇപ്പോൾ വേറെ യൂണിവേഴ്സിറ്റീസ് പ്രോഗ്രാംസ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ കൾനറി ആർട്സ്, ഹോട്ടൽ ഈ ഫുഡ് പ്രൊഡക്ഷൻ മാത്രം സ്പെഷ്യലൈസ് ചെയ്യുന്നതാവും, അല്ലെങ്കിൽ തന്നെ ഈ കംപ്ലീറ്റ് അല്ലാതെ 4ഉം ഒരു പെരിഫറൽ ലെവലിൽ ടച്ച് ചെയ്യുന്നതാവാം. അങ്ങനെ സിലബസസ് വളരെ ഡിഫറെൻ്റ് ആണ് യൂണിവേഴ്സിറ്റി ടു യൂണിവേഴ്സിറ്റി. പക്ഷേ നാഷണൽ കൗൺസിലിൻ്റെ വരുമ്പോൾ നമുക്ക് 100% എല്ലാത്തിലും കവേർഡാണ്. ഇപ്പോൾ JNUവിൻ്റെ റെപ്യൂട്ടേഷനാണ് വാട്ട് ക്യാരീസ് ദം മോർ, ബിക്കോസ് അതൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്, ഇന്ത്യയിലെ നമ്പർ 2 റാങ്കിലുള്ള യൂണിവേഴ്സിറ്റിയാണ്. ഇപ്പോൾ കേരളത്തിലിരുന്നുകൊണ്ട് ഒരു JNU ഡിഗ്രി അവർക്ക് ഏൺ ചെയ്യാമെന്ന് പറയുന്നത് വലിയൊരു പ്രിവിലേജാണ്. ബിക്കോസ് JNUവിൻ്റെ ആ സർട്ടിഫിക്കേഷൻ അത്രയും വാല്യൂ ഉണ്ട്. അവർ മെറിറ്റ് ബേസ്ഡ് മാത്രമേ എടുക്കുകയുള്ളൂ. ആ ഒരു എൻട്രി, ഒരു അഡ്മിഷൻ JNUവിൽ കിട്ടുന്നത് ഈസിയല്ല. അപ്പോൾ ആ ഒരു ബെനിഫിറ്റ് ഡെഫിനറ്റ്ലി സ്റ്റാൻഡ്സ് ഔട്ട്. പണ്ടൊക്കെ പെൺകുട്ടികളായിരുന്നു കൂടുതലെന്നാൽ തുടങ്ങിയ ടൈമിൽ എന്ന് വെച്ചാൽ അന്ന് ഹോസ്പിറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടികൾ പഠിച്ച് അവരാണ് കിച്ചണിലേക്കൊക്കെ ഇൻട്രസ്റ്റ് വരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ നമുക്ക് ഈ ഓൾമോസ്റ്റ് ഈക്വൽ കൂടുതൽ ആണുങ്ങളാണ് വരുന്നത്. ഈ ക്യാമ്പസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം ക്യാമ്പസ് സെലക്ഷൻ തന്നെയാണ്. ഇതിനുവേണ്ടി എത്തുന്ന മികവുറ്റ അന്താരാഷ്ട്ര കമ്പനികളുടെ സാന്നിധ്യമാണ് മറ്റൊന്ന്. 3 വർഷം കഴിയുമ്പോൾ ഇന്റേൺഷിപ്പിലേക്ക് പോകുന്ന കുട്ടികളെ അപ്പോൾ തന്നെ കമ്പനികൾ നോട്ടമിടുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ഏകദേശം സെപ്റ്റംബർ മാസം മുതൽ ഇവിടെ അതിനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങും. കുട്ടികൾക്ക് ഓറിയൻ്റൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ഒരു പ്രോഗ്രാം കൊടുത്തിട്ട് അവർക്ക് ഡെയിലി അതിനുള്ള വർക്ക് എക്സസൈസ് ചെയ്യിപ്പിച്ച് അവരെ കൊണ്ട് അവർക്ക് സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കുകയും അവരെ കൊണ്ട് പല മോക്ക്
ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യിപ്പിക്കുകയും അവർക്ക് സ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ള കഴിവുകൾ കൂട്ടിക്കൊണ്ട് വരാനുള്ള എല്ലാ എക്സസൈസും ചെയ്തതിന് ശേഷം അവർക്ക് നമ്മൾ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് തുറന്നു കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് മേജർ ഹോട്ടൽസ് റിസോർട്ട്സൊക്കെ ഇവിടെ ഇന്ത്യയിൽ നിന്നും ഇന്ത്യ ആൻഡ് എബ്രോഡിൽ നിന്നുള്ള മെയിൻ ഗ്രൂപ്പുകളൊക്കെ ഇവിടെ വന്ന് ക്യാമ്പസ് സെലക്ഷൻ നടത്തും. അപ്പം നമ്മളുടെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്, ഇത്രയും ഒരു ശമ്പളത്തിന് താഴോട്ട് നിന്നുള്ളവരെ നമ്മൾ ഇവിടെ എൻ്റർടൈൻ ചെയ്യാറില്ല, അതിൽ കൂടുതലുള്ളവരെ മാത്രമേ ഇവിടെ എൻ്റർടൈൻ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എത്രയോ കുട്ടികൾ ആവശ്യപ്പെടുന്നു അവർക്കൊക്കെ ജോലി കൊടുക്കാറുണ്ട്. കുറച്ച് മിടുക്കന്മാരായുള്ളവർക്ക് 3-4 ജോലികൾ അവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവരെ മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ളവർക്ക് എല്ലാ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അവർക്ക് പ്ലേസ്മെൻറ്റ് കിട്ടാനുള്ള എല്ലാ സാധ്യതകളും തുറന്നു കൊടുക്കുന്നു. അതുപോലെ തന്നെ ക്രൂയിസ് ലൈൻസിലേക്കും നമ്മൾ ഇന്ത്യ ആൻഡ് അബ്രോഡിലേക്കുള്ള ക്രൂയിസ് ലൈൻസിലേക്കും നമ്മൾ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് വഴി കുട്ടികൾക്ക് ജോലി ലഭിക്കാനുള്ള എല്ലാ അവസരവും ഒരുക്കി കൊടുക്കുന്നു. അത് നമ്മൾ സ്റ്റുഡൻസിന് ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട് അവർക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി. അല്ലാത്തവരെ ഇപ്പോൾ നമുക്കൊരു പ്ലേസ്മെൻറ്റ് ട്രെയിനിങ് ആൻഡ് പ്ലേസ്മെൻറ്റ് വിങ് ഉണ്ട്. ആ പ്ലേസ്മെൻറ്റ് വിങ് സ്റ്റുഡൻസിനെ പ്ലേസ് ചെയ്യും. അത് ഇന്ത്യയിലും ഉണ്ട് എബ്രോഡും ഉണ്ട്. ഇതിന് പുറമെ നമുക്കൊരു 5-star ഹോട്ടലുണ്ട്. നമ്മൾ ഓൺ ദ ജോബ് ട്രെയിനിങ് അവിടെയും കൊടുക്കുന്നുണ്ട് സ്റ്റുഡൻസിന്. പിന്നെ 3rd ഇയർ ആകുമ്പോൾ ഇവർ ട്രെയിനിങ്ങിന് പോകും, ഇൻറ്റേൺഷിപ്പ്. അങ്ങനെ ഓരോ ഹോട്ടലിൽ നമുക്ക് ഭയങ്കര എക്സലൻറ്റ് പ്ലേസ്മെൻറ്റ് റെക്കോർഡാണ്. അത് സ്റ്റുഡൻസ് എല്ലാവരും ഹാപ്പി. അപ്പോൾ ഇവർക്ക് അവിടെ പോയി ട്രെയിനിങ് കഴിഞ്ഞു. പിന്നെ 4th ഇയർ വന്നിട്ട് ഇവർ ഫുഡ് പ്രൊഡക്ഷൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഡിഫറെൻറ്റ് ക്വിസീൻസ്, ഫ്രഞ്ച്, ഈ മിഡിൽ ഈസ്റ്റേൺ, ഇതെല്ലാം പഠിച്ചിട്ടാണ് 4th ഇയർ കഴിയുമ്പോഴാണ് ഫുൾ ട്രെയിൻഡ് ആയിട്ട് നമ്മൾ ഇവിടുന്ന് വിടുന്നത്. അതിനാണ് നമ്മൾ ഈ ഫുഡ് ഫെസ്റ്റിവൽ, പിന്നെ അതുകൂടാതെ നമ്മൾ കുറച്ച് കൊല്ലം മുമ്പ് ഈ വേൾഡ് റെക്കോർഡ് അറ്റംപ്റ്റ്സ് ചെയ്യുമായിരുന്നു. അതിപ്പോൾ കോവിഡ് കഴിഞ്ഞൊന്ന് നിർത്തി പിന്നെയും തുടങ്ങാനുള്ള പ്ലാനാണ്. അപ്പോൾ ഈ വേൾഡ് റെക്കോർഡ് ഇപ്പോൾ ഈ വേൾഡ്സ് ലോങ്ങസ്റ്റ് പുട്ട് അങ്ങനെയൊക്കെ പണ്ട് ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മളത് ഫുഡ് ഫെസ്റ്റിവലായിട്ട് പിന്നെയും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നടത്തുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് ആളെ വിളിച്ചിട്ട് സ്റ്റുഡൻസാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുക, സെർവ് ചെയ്യുക. അപ്പോൾ ഇവർക്ക് അതിൻ്റെ ഒരു ട്രെയിനിങ് അതിനായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അത് അങ്ങനെ 3rd ഇയേഴ്സ് മാത്രമല്ല, എല്ലാം 1st ഇയർ സ്റ്റിൽ 4th ഇയേഴ്സ് എല്ലാവരും പങ്കിട്ടിട്ട് അവരെ കഷ്ടപ്പാടിലാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ സാധാരണ കമ്പനികളെയും ഹോട്ടലുകളെയും ഒരു കൈ അകലെ നിർത്തി പുതുതലമുറ കമ്പനികൾക്ക് പ്രത്യേക ബെഞ്ച് മാർക്ക് നൽകിയാണ് ക്യാമ്പസ് സെലക്ഷനിലേക്ക് ക്ഷണിക്കാറ്. അതുകൊണ്ട് തന്നെ പഠന മികവിൽ കുട്ടികൾ അതീവ താല്പര്യം കാണിക്കുന്നു എന്ന് മാത്രമല്ല, എത്തുന്നവർക്ക് അഭിരുചിക്കനുസരിച്ച് ഉദ്യോഗാർത്ഥികളെയും ട്രെയിനികളെയും കിട്ടുകയും ചെയ്യുന്നു. നമ്മൾ 100% ക്യാമ്പസ് സെലക്ഷൻ ഓഫർ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു സെലക്ഷൻ കഴിഞ്ഞതിന് ശേഷം കുട്ടികളുടെ 1st ഇയർ പഠിത്തം കഴിഞ്ഞതിന് ശേഷം 2nd ഇയറിൽ അല്ലെങ്കിൽ 3rd ഇയറിൽ അവർ ഇൻഡസ്ട്രിയൽ എക്സ്പോഷർ ട്രെയിനിങ്ങിന് പോകും. ഏകദേശം 4 മാസം മുതൽ 6 മാസം വരെ. ഈ ഇൻഡസ്ട്രിയൽ എക്സ്പോഷർ ട്രെയിനിങ്ങിന് ശേഷം കുട്ടികൾക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം അവർ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അവർക്ക് ജോലി ആവശ്യമുണ്ടെന്ന്. മെരിയറ്റ് ഉണ്ട്, താജ് ഉണ്ട്, പിന്നെ കാർണിവൽ ക്രൂയിസ് ഉണ്ട്, സ്റ്റാർ ക്രൂയിസ്, അങ്ങനെ എല്ലാവിധ. നമ്മൾ ബെഞ്ച് മാർക്കിന് ആവശ്യമില്ല. കാരണം നമ്മുടെ പഴയ സ്റ്റുഡൻസ് തന്നെ, ഇവിടുത്തെ പഴയ അലുമിനൈ തന്നെ പല പല പൊസിഷൻസിലാണ്. അവരുടെ റെക്കമെൻഡേഷനിലൂടെയാണ് പല ഹോട്ടൽസ് ഇവിടെ വരുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റുഡൻസ് തന്നെയാണ് നമ്മുടെ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്, നമ്മുടെ പഴയതായിട്ടുള്ള സീനിയറായിട്ടുള്ള സ്റ്റുഡൻസ്. കാരണം ഞങ്ങൾ ഏകദേശം 96 ഓപ്പറേഷൻസ് തുടങ്ങിയതാണ്. അന്ന് തൊട്ടുള്ള സ്റ്റുഡൻസ് പല പല ഹോട്ടൽസിലും പല പല ഏരിയാസിലും ടോപ്പ് പൊസിഷൻസിലുണ്ട്. അതുതന്നെയാണ് നമ്മുടെ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഈ പ്ലേസ്മെൻറ്റ് റെക്കോർഡ് വരുമ്പോൾ തന്നെ ഇപ്പോൾ ലെറ്റ്സ് IHM ചെന്നൈ അങ്ങനെയുള്ള കോളേജുകളിൽ അത്യാവശ്യം പ്ലേസ്മെൻറ്റ് അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ അതേ സെയിം റിക്രൂട്ടേഴ്സാണ് ഇവിടെയും വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹയാത്ത് കൊച്ചി, അവിടെ നിന്നൊക്കെ വന്ന് അവരെന്നെ പറയും നമുക്ക് ഇത്ര സ്റ്റുഡൻസ് ഫ്രണ്ട് ഓഫീസിന് വേണം, ഇത്ര സ്റ്റുഡൻസ് ഇതിന് വേണം എന്നും പറഞ്ഞ് അങ്ങനെ വരുമ്പോഴാണ് സ്റ്റുഡൻസ് ആവശ്യമുള്ളവർക്ക് അനുസരിച്ച് അപ്ലൈ ചെയ്ത് പോകുന്നത്. നമുക്കിപ്പോൾ പുറത്തുനിന്ന് പ്ലേസ്മെൻറ്റ് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് ഷിപ്പിലേക്ക് കുറേ പേർക്ക് ഇൻട്രസ്റ്റ് ആയി പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയും നമ്മൾ ഷിപ്പിനായിട്ടുള്ള ഒരു ടൈപ്പ് ഉണ്ട്. അവർ ആദ്യം ഇൻറ്റേൺഷിപ്പിന് പോകുമല്ലോ, ഇൻറ്റേൺഷിപ്പിന് പോയി അവിടുന്ന് കുറേ പേർക്ക് പെർമനൻറ്റ് ജോബ് കിട്ടാറുണ്ട്. അപ്പോൾ 3rd ഇയർ ആകുമ്പോൾ തന്നെ റിക്രൂട്ടേഴ്സ് വന്ന് ഇവർ പ്ലേസ്മെൻറ്റിന് ഇരുന്ന് അങ്ങനെ സ്റ്റുഡൻസ് പോകും. നിലവിൽ 75% കുട്ടികളും റെസിഡൻഷ്യൽ രീതിയിലാണ് പഠനം. അതിനാൽ തന്നെ മികച്ച മെസ്സും മറ്റ് അടിസ്ഥാന ഹോസ്റ്റൽ സൗകര്യങ്ങളും നിലനിർത്തിയിട്ടുണ്ട്.
നമ്മുടെ ഏറ്റവും നല്ല ഫാക്കൽറ്റിയാണ്. നമ്മുടെ ഈ സ്റ്റുഡൻസിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റുഡൻസ് ഇങ്ങനെ പ്ലേസ് ആവാൻ കാര്യം തന്നെ നമ്മുടെ ഫാക്കൽറ്റിയാണ്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളതും ഹോട്ടൽസിൽ നിന്നൊക്കെ വളരെ സീനിയർ പൊസിഷനിൽ നിന്ന് വന്ന ഫാക്കൽറ്റിയാണ് നമുക്കിവിടെ ഉള്ളത്. ഇപ്പോൾ ഫുഡ് പ്രൊഡക്ഷൻ്റെ ഫാക്കൽറ്റിയൊക്കെ തന്നെ പല ക്രൂസ് ലൈനിൽ ട്രെയിൻ ചെയ്തവരാണ്. സർവീസിൻ്റെ ആൾക്കാർ തന്നെ 5 സ്റ്റാർ ഹോട്ടൽസിൽ നിന്ന് വന്നവരാണ്. എല്ലാ ഏരിയാസിലും നമുക്ക് വളരെ സ്ട്രോങ്, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റി മെമ്പേഴ്സാണ്. അതാണ് നമ്മുടെ ശരിക്കും ഒരു അസറ്റ് എന്ന് പറയുന്നത്. നമുക്ക് വ്യത്യസ്തമായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാംസ്. ഇപ്പം നമ്മുടെ സ്റ്റുഡൻസ് പറഞ്ഞാൽ തന്നെ ഇപ്പം പല ഹോട്ടൽസിലും മെയിനായിട്ടുള്ള മേജർ പൊസിഷൻസിലുണ്ട്. ഇപ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് വിടുമ്പം അവരെ ആ ഒരു രീതിയിലാണ് നമ്മുടെ സ്റ്റുഡൻസ് വാർത്തെടുക്കുന്നത്. മെയിനായിട്ട് ബാക്കി കോളേജസിനെ അപേക്ഷിച്ച് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറും നമ്മുടെ സ്റ്റൈൽ ഓഫ് ടീച്ചിങ്ങും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ്, അതിനുള്ള വെൽ എക്വിപ്ഡ് ലാബ്സ്, ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത്. നല്ല ഹ്യൂമൻ ബീങ്സ് വിത്ത് ഗുഡ് വാല്യൂസ്, അതാണ് പ്രൈമറിലി എൻ്റെ പേഴ്സണൽ ഇപ്പം പ്രിൻസിപ്പൾ എന്ന നിലയിൽ നിന്ന് ചോദിച്ചുകൊണ്ട് പറയുന്നതാണ്. നമ്മൾ ഈ കോർ സബ്ജക്ട്സിൽ വളരെ ഫിറ്റ് ഇൻ ചെയ്യുന്നതും കംപ്ലീറ്റായി അവരുടെ കരിക്കുലം ഫുള്ളി സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് ഒരു ആസ്പെക്റ്റ്. അതിൻ്റെ വേറെ തന്നെ ഒരു വശമാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്നത് ഒരു റെസ്പോൺസിബിൾ സിറ്റിസൺ ഫോർ ദ കൺട്രി എന്നുള്ള രീതിയിലും അവർ സ്റ്റാൻഡ് ഔട്ട് ചെയ്യണം എന്നുള്ളത്. നമുക്ക് ക്വാളിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ഉണ്ട്. ഇവരുടെ പേഴ്സണാലിറ്റി, ഒരു ബിഹേവിയർ, ഒരു തോട്ട് പാറ്റേൺ എല്ലാം നമ്മൾ ഒരു ചിട്ടപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അതെ, കാറ്ററിംഗ് പഠനവും ഹോട്ടൽ മാനേജ്മെന്റും ഇപ്പോൾ പ്രൗഢമായ പഠനമേഖലയിൽ ഒന്നായി മാറിയിരിക്കുന്നു. പഠനാനന്തരം ലഭിക്കുന്ന സ്വീകാര്യതയും ഉന്നത ശ്രേണിയിലെ ശമ്പളവും വരുമാനവുമാണ് ഇതിന് കാരണം. ഒരു കാലത്ത് മാറ്റി നിർത്തപ്പെട്ടിരുന്ന ഈ ജീവന സംസ്കാരം ഇപ്പോൾ ആഢ്യത്തിന്റെയും മികവിന്റെയും തട്ടകമായി മാറിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ആഗോളതലത്തിലെ ശാസ്ത്രീയ പഠന സൗകര്യങ്ങൾ തന്നെയാണ്. നമ്മുടെ കേരളത്തിലും അത് മികച്ച രീതിയിൽ മുന്നേറുന്നുവെന്നതിൽ നമുക്കും അഭിമാനിക്കാം.